മീന് 4 മീനെടു. 4 ആ 4 അടിക്കും. അതെ എന്താ സാർ 150 കുരുവേരെ മീന് കറി വെച്ചതാ ഇരിപ്പുണ്ട്. കറിയൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. കറി ഞാൻ ചോദിച്ചില്ലല്ലോ, പിന്നെന്ത്? ഒരുമാതിരി തോന്നിയാസം പറയരുത്. നിങ്ങളെ കച്ചവടം ചെയ്യണ അത് ആളുകളെ കൊല്ലാൻ വേണ്ടി ഇരിക്കണ. ഈ മീൻ എന്ന് പറയുന്ന ഈ സാധനം വായി വെച്ച് തിന്നാൻ കൊള്ളൂല. ഇത് 150 രൂപ തന്നത് ഞാൻ നല്ല മീനല്ലേ തന്നു വിട്ടത്. നിങ്ങൾ തന്ന നല്ല മീൻ തന്നെയാണ് ഇത് കറി വെച്ചത്. ഒരു വകയ്ക്ക് കൊള്ളൂല. നല്ല മീനാണ്. പന്ന മീനാണ് ഇവര് തരണത്. ഇവര് കച്ചവടം ചെയ്യണത് കേൾക്കണം എല്ലാരും കേട്ടാ. ഇത് വാങ്ങിക്കരുത്, വിഷമാണ് വിഷം. അതെ, നിങ്ങൾ പിടക്കണ മീൻ തുടിക്കണ മീൻ എന്ന് പറഞ്ഞല്ലേ തന്നത്. പിടച്ച മീനല്ലേ ഞാൻ തന്നത്. ഇതാണ് നിങ്ങൾ വിൽക്കണത്. ഇത് നിങ്ങളുടെ മുഖത്ത് വലിച്ചെറിയാണ് ചെയ്യേണ്ടത്. പക്ഷെ ആ മര്യാദയോട് ഞാൻ കാണിക്കുന്നില്ല. ആളുകളെ പറ്റിക്കാനായിട്ടിരിക്കുന്നത്. ഞാൻ ആരാണെന്ന് അറിയാമോ? ഞാൻ ഇവിടുത്തെ പാർട്ടിയുടെ വലിയ നേതാവാണ്. ഞാൻ വിചാരിച്ചത് നിങ്ങളെ കച്ചവടം പൂട്ടിക്കാൻ പറ്റും. പക്ഷെ അത് ഞാൻ ചെയ്യണില്ല. ഇനി മേലാൽ ഇമ്മഴത്തെ കച്ചവടം ഈ തോന്നിയ ദിവസം ഇവിടെ കാണിക്കരുത് കേട്ടാ. എന്നാ പിന്നെ സാർ ഇതാ ഇപ്പൊ വിഴിഞ്ഞത്തുനിന്ന് പിടിച്ചോണ്ട് വന്ന ഫ്രഷ് മീനാണ്. സാർ ഒരു 300 രൂപ തന്നാ മതി. സാർ ഇത് കൊണ്ടുപോയിക്കോ. പെണ്ണുപിള്ളേ, റൊണാൾഡേ ഇങ്ങ് വന്നേ. എന്ത് ഇതെന്തോ ഇതിനകത്ത് മീൻകറി എന്ത് തിന്നാ? ഞാൻ തിന്നോന്നോ? ക്ലീറ്റോ മച്ചമ്പി എടുത്തോണ്ട് പോയി. എങ്ങോട്ട് കൊണ്ടുപോയി? രാവിലെ ആ പുഴുത്ത മീൻ തന്ന മീൻകാരി ഇല്ലേ, അവളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞ് അവളുടെ 2 അക്ഷരം പറയാൻ വേണ്ടി കാര്യം മൊത്തം കവറിനകത്താക്കി കൊണ്ടുപോയി. എന്റെ ദൈവമേ, തങ്ങച്ചേട്ടത്തിൽ പേടിക്കണ്ട. മനുഷ്യന് തിന്നാൻ തരുന്ന സാധനത്ത് ഇമാര് തോന്നിയ ദിവസം കാണിച്ച് അവിടുത്തെ 2 എണ്ണം കൊടുത്താലും ആരും ചോദിക്കാൻ പോകുന്നില്ല. 2 എണ്ണം തരേണ്ടത് നിനക്കൊക്കെയാണ്. നിനക്കൊക്കെ ഞാൻ അത് അടി കൊള്ളണ്ട. പന്ന മീൻ ആ പെണ്ണുമ്പിള്ളക്കല്ല അടി കൊടുക്കണ്ടേ? നിനക്കൊക്കെ കുറച്ച് വിഷം മേടിച്ച് എനിക്ക് തരാമോ? ഞാൻ അത് തിന്ന് എവിടെയെങ്കിലും ചത്തു പോക്കോളാം. എനിക്ക് മടുത്തെനിക്ക്. എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കുക. സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ തങ്കച്ചേട്ടത്തിൽ ചൂടാവേണ്ട കാര്യമുണ്ടോ? മിക്കാറും അതുകൊണ്ട് അവർ മുഖത്തെറിയുകയാണ് ക്ലീറ്റോ മച്ചമ്പി. എന്റെ റൊണാൾഡോ, അത് ഏത് മീനായിരുന്നു രാവിലെ കൊണ്ടുവന്ന പുഴുത്ത മീൻ? അത് ഞാൻ പറമ്പിലോട്ട് എറിഞ്ഞു കളഞ്ഞ്. ആ ലില്ലി മേടിച്ച് നല്ല മീനിന്ന് കുറച്ച് മീൻ തന്നിട്ട് ഞാൻ എന്റെ ദൈവം ഇല്ലാത്ത തേങ്ങ അരച്ച് കറി വെച്ചിട്ട് കാണിച്ച് വെച്ചേക്കണോ കേട്ടോ അവന്റെ. അച്ഛമ്മ എവിടെ എത്തി? ഞാൻ ജംഗ്ഷൻ എടുത്തെത്തി. എന്ത് പിന്നെ ആ റോഡ് സൈഡിൽ അങ്ങനെ കീറിയ കാലിച്ചാക്കോലം കിടപ്പുണ്ടോ നോക്കിയേ. കാലിച്ചാക്ക എന്തിന്? ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത് ആ കടത്തിനെല്ലാം വിരിച്ച് അവിടെ കിടന്നു. തങ്കച്ചേട്ടത്തി ആകെ കലിപ്പില്ല. മച്ചമ്മ ഇങ്ങോട്ട് കയറ്റൊന്നും തോന്നുന്നില്ല.